ഹായ് സുഹൃത്തുക്കളെ, വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഒരുക്കങ്ങളായിട്ടാണ് വരുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയാണ് ഗുരുവായൂർ. ആയിരക്കണക്കിന് കുട്ടികളാണ്, അല്ലെങ്കിൽ കുട്ടികൾ മാത്രമല്ല വലിയ ആളുകളും കൃഷ്ണവേഷം കെട്ടി അമ്പലത്തിൽ വരാറുണ്ട്. ഘോഷയാത്രയിൽ മാത്രമല്ല അല്ലാതെയും അമ്പലത്തിൽ വരാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ മോളും വരുന്നുണ്ട്. അവൾക്ക് 1 വയസ്സ് മുതൽ അങ്ങനെ വേഷം കെട്ടി പോക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ 3 വയസ്സായി. ഇപ്പോൾ 3ാമത്തെ വർഷമാണത് വേഷം കെട്ടി പോകുന്നത്. അപ്പം അതിൻ്റെ ഒരുക്കങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പെട്ടെന്നെടുത്തൊരു കൊല്ലം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. നാളെ ഇന്നത്തെ ദിവസമായപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു, അടിച്ചു. പെട്ടെന്ന് ഒരുക്കങ്ങളൊക്കെ ഗുരുവായൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡ്രസ്സുകളും പിന്നെ അതിൻ്റെ ഓർണമെന്റ്സൊക്കെ നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. മറ്റുള്ള പോലെയല്ല. ഗുരുവായൂർ നമുക്ക് ഒരുപാട് കടകളുണ്ട്. അതിൻ്റെ ഹോൾസെയിൽ കിട്ടുന്ന കടകളും പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ വരുന്നതും ആദ്യം ഗുരുവായൂരാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ അതിൻ്റെ വീഡിയോകളാണ് നിങ്ങൾക്കിപ്പോൾ ഞാനൊന്ന് ചെറിയൊരു ബ്രീഫായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഒരു ഡ്രസ്സ് അടിച്ച് തന്നെ തലേ ദിവസം ഒരു 3 മണിക്ക് ഡ്രസ്സ് എടുത്തത്, ഒരു ടോപ്പ് ഇടാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ടൈലർ ചേട്ടൻ സമ്മതിച്ച് 1 മണിക്കൂർ കൊണ്ട് ആ ടോപ്പൊക്കെ തുന്നി തന്നു. തലേ ദിവസം കുറച്ച് ഡ്രസ്സുകളും അതിൻ്റെ ഓർണമെന്റ്സൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയി തൊഴിപ്പിച്ച് വന്നു. ഘോഷയാത്രയുടെ തിരക്കും പിന്നെ പതിവില്ലാത്ത കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടും കൂടുതൽ ഭയങ്കര തിരക്കായിരുന്നു ഗുരുവായൂർ. ട്രാഫിക് കാരണം അമ്മാതിരി ബ്ലോക്ക്. അപ്പോൾ അതിനുള്ളിൽ വീഡിയോ ഒന്ന് കറക്റ്റ് നല്ല രീതിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഫോട്ടോസ് എടുക്കാനൊന്നും ക്യാമറയായിട്ടൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായിക്കോട്ടെ, പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലിമത്തെ നോക്കടാ. ഏതാ कानूनी कार्रवाई की जाएगी। आप सभी भक्तों से अनुरोध करते हैं कि वे इस निर्देश का सम्मान करें और उसका पालन करें। आपका सहयोग हमारे लिए करने वालों के खिलाफ सख्त कानूनी कार्रवाई। കിഴക്കേ നടയിലുള്ള ഇൻഫർമേഷൻ സെന്ററിന് സമീപം എത്തിച്ചേരുക. അഭിഷേക് കാത്തു നിൽക്കുന്നു. Hello, Alice.
അല്ലേ നോക്ക് കൊണ്ടേ